നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പ്രതിഷേധവുമായി രംഗത്ത്. താൽക്കാലികമായി ഫീസ് പിൻവലിച്ചതായി ആശുപത്രി സൂപ്രണ്ട്. കായംകുളത്തെ ഹോട്ടലുകൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളുള്ള സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. 13 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസും നടത്തിയ പരിശോധനയിലാണ് 13.48 ഗ്രാം MDMA-യുമായി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി ചവറയിലും സമീപ പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന്റെ സംസ്ഥാന വ്യാപക ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശോധനയിലാണ് ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വീണ്ടും ലഹരി കണ്ടെത്തിയത്. ഡാൻസ് ഓഫ് സംഘവും ചവറ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 13.48 ഗ്രാം MDMA-യുമായാണ് യുവാവ് പിടിയിലായത്. സംഭവത്തിൽ ചവറ കുളങ്ങര ഭാഗം ഉമേഷ് ഭവനം വീട്ടിൽ ഉമേഷ് ലാലാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി 9:30 കുളങ്ങര ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഉമേഷ് ലാൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസം 1.05 ഗ്രാം MDMA-യുമായി മുഹമ്മദ് ഷഫീഖ് എന്ന യുവാവ് ചവറ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമേഷ് ലാലിനെ അറസ്റ്റ് ചെയ്തത്. ആഡംബര ജീവിതം നയിക്കുന്നതിനായി ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി ചവറയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നു ഇയാളെന്ന് ചവറ പോലീസ് പറഞ്ഞു. നാർക്കോട്ടിക് സെൽ ACP റോബർട്ട് ജോണി, കരുനാഗപ്പള്ളി ACP ജോൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം SI കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും ചവറ പോലീസ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ SI സന്തോഷ്, SCPO ഹരിലാൽ എന്നിവരടങ്ങിയ പോലീസ് സംഘവും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അന്യായമായ ഫീസ് ഈടാക്കൽ പിൻവലിക്കുക. പാർക്കിംഗ് ഫീസ് പിൻവലിക്കുക. അവകാശ സമരം വിജയിച്ച്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. HMC തീരുമാനപ്രകാരം കഴിഞ്ഞ 1-ാം തീയതി മുതൽ സ്കൂട്ടറിന് 10 രൂപയും ഓട്ടോറിക്ഷയ്ക്ക് 20 രൂപയും കാറിന് 30 രൂപയും എന്ന ക്രമത്തിൽ പാർക്കിംഗ് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫീസ് പിൻവലിക്കണം എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം. പ്രതിഷേധ സമരം CPIM ഏരിയ സെക്രട്ടറി R സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമുക്കറിയാം, ഇപ്പൊ ഭരണാധികാരികൾ നാട്ടിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ VD സതീശൻ തന്നെ പറയുന്നത്, നിയമസഭയിൽ പോലും പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന പലരും അറിഞ്ഞില്ലെന്നാണ്. ജനങ്ങൾക്ക് ഏറ്റവും ദ്രോഹകരമായ തീരുമാനങ്ങൾ ഈ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കുമ്പോൾ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകി പോകാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. എന്താ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ധീരശൂര പരാക്രമിയായ ചെന്നിക്കുട്ടൻ മുരളീധരന്റെ അഭിപ്രായം എന്താണ് ഇതിനകത്ത്? ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിലെങ്ങാനും ഇങ്ങനെ ഈ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാർ, സൂപ്രണ്ടായാലും ശരി, RMO ആയാലും ശരി, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന പതിച്ചി ഇരട്ട പറ്റൂ എന്ന് പറയുന്നത് പോലെ ആശുപത്രിയിൽ രംഗമെല്ലാം വെന്റിലേറ്ററിലായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടാണ് മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ഭരണത്തിന് വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഴിഞ്ഞം തുറമുഖമടക്കം
ദാണ്ട് ഇടനിലക്കാർ കൊടുത്ത് കാശ് വാങ്ങിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം അദാനിയുമായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ എഗ്രിമെന്റിൽ വിഴിഞ്ഞം തുറമുഖം മറ്റാർക്കെങ്കിലും അത് കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ എന്ന വ്യവസ്ഥ ഉള്ളപ്പോൾ വിഴിഞ്ഞം തുറമുഖം അപ്പാടെ തന്നെ മറ്റൊരു കപ്പൽ കമ്പനിക്ക് MSI എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്ക് വിറ്റ് കാശാക്കിയിരിക്കുന്നു. അപ്പൊ നിയമസഭയിൽ പറയുകയാണ്, VD സതീശൻ പറയുകയാണ് അറിഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ, ഈ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥ ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി പാർക്കിംഗ് ഫീസ് പിൻവലിച്ചതായി സൂപ്രണ്ട് അറിയിച്ചു. പൂർണ്ണമായും പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം HMC യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ മുൻകാലങ്ങളിലുള്ള ഒരു ചരിത്രം, കാരണം ചേടി ആശുപത്രി എന്ന് പറഞ്ഞ് പട്ടി പ്രസവിച്ച് കിടന്നിരുന്ന ഒരു ആശുപത്രിയായി മാത്രം കിടന്നിരുന്ന ഒരു ഹോസ്പിറ്റല് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സഖാവ് മേഴ്സിക്കുട്ടിയമ്മ MLA മന്ത്രിയായിരുന്ന കാലത്ത് കിഫ്ബി ഫണ്ടിൽ നിന്ന് 75 കോടി രൂപ മുടക്കുകയും വളരെ അതിമനോഹരമായ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു 7 നില കെട്ടിടം പണിഞ്ഞ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന കുണ്ട്ര MLA ഈ ആശുപത്രിയിൽ തിരിഞ്ഞു പോലും നോക്കാതെ 5 വർഷം നിന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ അതിൻ്റെ ആളാവാൻ വന്ന് നാട്ടിലേക്ക് കുറേ ഫ്ലെക്സുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഭരണം മാറി പുതിയൊരു ഭരണ സംവിധാനം വന്നിട്ട് ഏതാണ്ട് 1.5 മാസം പോലും ആകുന്നതിന് മുമ്പേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ ടാക്സി മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾ. കാരണം ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 4 തവണ മാത്രമാണ് ഇന്ധനത്തിന് വില കൂട്ടിയത്. ഒറ്റയടിക്ക് 10 രൂപ 12 രൂപ ഡീസലിന് വില കൂട്ടിയപ്പോൾ സാധാരണ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ പട്ടിണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പൊതുവെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഇന്ധന വിലയും സഹിച്ച് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടി അതിൻ്റെ ചിലവും കഴിഞ്ഞ് 500 രൂപ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ കുണ്ട്ര മേഖലയിലുള്ള ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം ആളുകൾ എത്തിച്ചേരുന്ന അവരുടെ എല്ലാം പാവപ്പെട്ടവരുടെ ആശ്രയമായ കശുവണ്ടി മേഖലയിലുള്ള തൊഴിലാളികൾ, ആട്ടോ തൊഴിലാളികളുടെയും കുണ്ട്ര കടകളിൽ നിൽക്കുന്ന തൊഴിലാളികളും എല്ലാം വന്ന് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നാൽ അസുഖം വന്നാൽ ഓടിയെത്തുന്ന ഈ കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിൽ വളരെ നെറികെട്ടൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളമായി ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് മരുന്ന് പോലും ലഭിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക, ഹോട്ടലുകളുടെ ശുചിത്വ നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളുള്ള സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും ഹോട്ടലുകളുടെ ശുചിത്വ നിലവാരം ഉയർത്തുന്നതിനുമായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളടങ്ങുന്ന സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തുകയും അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി പരിഹരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. നിശ്ചിത സമയത്തിനുള്ളിൽ ന്യൂനതകൾ പരിഹരിച്ചില്ലെങ്കിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും. 3 മാസത്തെ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഹോട്ടലുകൾക്ക് നഗരസഭയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി ഗ്രേഡ് അടിസ്ഥാനത്തിൽ മൊമെന്റോ സമ്മാനിക്കും. ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശരത്ലാൽ ബെല്ലാരി നിർവഹിച്ചു. ഹോട്ടൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പരിശോധനയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നിലവിൽ കായംകുളത്ത് ഒരുപാട് ഹോട്ടലിനെ പറ്റി പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹെൽത്ത് വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുകയും അതിന്റെ ഭാഗമായി കുറേ ഹോട്ടലുകളിൽ കയറി പഴയ വസ്തുക്കളൊക്കെ പിടിക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ ചില ഹോട്ടലുകളുടെ പേരുകൾ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്നൊരു കുറേ മീഡിയകൾ ചോദിക്കുമ്പോൾ അതിൽ ഇപ്പം ഭരിക്കുന്ന ഭരണസമിതിയാണോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണോ അതിന് കൂട്ടുനിന്നത് എന്നൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെക്രട്ടറി ആയിട്ടാണ് ഇന്നലെ കുറേ കടക്കാരുടെ പേരുകൾ കൊടുത്തത്. എങ്കിൽ ചില കടക്കാരുടെ പേരുകൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ പഴയ വസ്തുക്കളൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ പേര് കൊടുത്തപ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഇനി അതും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഉറപ്പ് വരാണ്. ശരി, സംസാരിച്ചതുപോലെ അവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവിധ സപ്പോർട്ടുകളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാവിൽ നിസാം മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് വിശദീകരിച്ചു. SK നസീർ, സത്താർ നൂറുദ്ദീൻ, രമേശ് ആര്യാസ്, സൈഫുദ്ദീൻ മാർവൽ, ശ്രീഹരി പാണ്ഡുരംഗ, ബിജു, നൌഷാദ, മനാഫ് അലി, അനസ്, മൈന വിവേകാനന്ദൻ,
ബദറുദ്ദീൻ, പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഹോട്ടലുകളുടെ ശുചിത്വം, പൊതുജനാരോഗ്യവും അതുപോലെ ഹോട്ടലുകളുടെ ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം. ഹോട്ടലുകളുടെ ഇപ്പോഴുള്ള ശുചിത്വത്തിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക. കാരണം 1 ലക്ഷം പേരോളം വരുന്ന പട്ടണമാണിത്. ഈ പട്ടണത്തിൽ വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം ജില്ലയിലെ ഫുഡ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന് ബഹുമാനപ്പെട്ട നഗരസഭയുടെ ഭാഗത്തുനിന്നും നഗരസഭാ ചെയർമാൻ്റെയും അതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ടീം ചേർന്നാണ് ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന 3 മാസം കഴിയുമ്പോൾ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഹോട്ടലിന് ട്രോഫിയും അതുപോലെ അതിന് വേണ്ട പ്രോത്സാഹനവും അവർക്ക് നൽകും. അത് ഒരു ദിവസമല്ല, ഇത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ആവശ്യമായ പരിചരണം കിട്ടാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് മന്ത്രി കെ.എ. തുളസി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അമ്മയെയും കണ്ട ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അച്ചൻകോവിൽ ഉന്നതിയിൽ നിയോഗിക്കപ്പെട്ടിരുന്ന ട്രൈബൽ പ്രൊമോട്ടറെ നീക്കം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അച്ചൻകോവിൽ ആദിവാസി ഉന്നതിയിൽ പോഷകക്കുറവിനെ തുടർന്ന് ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിചരണം കിട്ടാത്ത സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. അതായത് ഈ കുട്ടികൾ ജനിച്ചതിന് ശേഷം മാത്രമുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ അമ്മ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ, കുട്ടികളെ ഗർഭാവസ്ഥയിൽ ചുമന്നിരിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഇത് വന്നപ്പം, സ്വാഭാവികമായിട്ട് ഇത് മാധ്യമത്തിൽ വന്നപ്പോഴാണ് എൻ്റെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ നമ്മളതിൽ ഇടപെട്ട് പലരുമായിട്ടും അത് സംസാരിക്കുകയും ആ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടേക്ക് കാണാനായിട്ട് വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്മുടെ വകുപ്പിലുള്ള പ്രൊമോട്ടർ അവരെക്കുറിച്ച് ഈ അമ്മയോട് തന്നെ അന്വേഷിച്ചപ്പം അവരുടെ വീട്ടിലേക്ക് അവരുടെ ഒരു സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വകുപ്പിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് SC/ST പ്രൊമോട്ടർമാർ. അപ്പോൾ അവർക്ക് അങ്ങനെ അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതുപോലെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഏരിയ, അതിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വീടാന്തരം കയറി ഇറങ്ങി ആ വിവരശേഖരണം നടത്തി അത് വകുപ്പിൻ്റെ സേവനങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ആ ഒരു സേവനം ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ കുട്ടികളുടെ അമ്മ നമ്മളോട് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പരിചരണത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെയും അമ്മയെയും നേരിൽ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികൾ ജനിച്ച ശേഷം മാത്രമുള്ള പ്രശ്നമല്ല, മറിച്ച് അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നതെന്നും ഈ പശ്ചാത്തലത്തിൽ ഇതിനായി നിയോഗിക്കപ്പെട്ടിരുന്ന ട്രൈബൽ പ്രൊമോട്ടറെ നീക്കം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അവരെ ഇനി നമുക്കത് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതേ സ്ഥാനത്ത് വീണ്ടും അവരെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് തീർച്ചയായിട്ടും നമ്മൾ നീക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ പോകാൻ വഴിയുള്ളൂ. കാരണം ഇത് ഒരാളെ നമുക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവാമല്ലോ. കാരണം എല്ലാ ആളുകളും ഒരുപോലെ അട്രാക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം എന്നില്ല. അപ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ളൊരു സൂചനയായിട്ടാണ് നമ്മൾ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളത്. സമാന രീതിയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സൂചന കൂടിയാണ് ഈ നടപടിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻ വർഷങ്ങളിൽ പോരായ്മകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് തുറന്നു പറയും. ഓരോ ഉന്നതികളിലെയും പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കും. ഓരോ ജില്ലാ ഓഫീസിലും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ 29, 30, 31 തീയതികളിൽ പ്രത്യേക അദാലത്ത് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇല്ല, ഇപ്പം നമ്മൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ജൂലൈ മാസം ഓരോ ജില്ലാ ഓഫീസിലും വകുപ്പിന്റെ SC/ST അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകളിൽ പെൻഡൻസി കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തീവ്രമായിട്ടുള്ള യജ്ഞം നടത്താൻ പോവുകയാണ്. ഈ വരുന്ന ജൂലൈ 29, 30, 31 തീയതികളാണ് അത് നടക്കുക. അതിന് മുൻപ് എല്ലാ ജില്ലാ ഓഫീസിലേക്കും അതിൻ്റെ അറിയിപ്പ് എത്തിച്ചിട്ടുണ്ട്. അതത് ഓഫീസുകളിൽ ഏതൊക്കെ ഫയലുകളാണോ സാധാരണക്കാരൻ്റെ പലതരത്തിലുള്ള പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, വീടായിരിക്കാം, മൊബൈൽ ഇലക്ട്രിസിറ്റി ആയിരിക്കാം, കുട്ടികളുടെ ഗ്രാൻസ് ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളാണോ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ആ ഫയലുകൾ അടിയന്തരമായിട്ട് തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടക്കമുള്ള മന്ത്രിതലം തൊട്ട് താഴെ തട്ടിൽ വരെയുള്ള ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തീവ്രമായിട്ടുള്ള ഒരു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
തദ്ദേശ സ്ഥാപനങ്ങളുടെ വയോജന ഫണ്ട് 20% ഉയർത്തണമെന്ന് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ഓഫ് കേരള ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വയോജന ഫണ്ട് 5% നിന്നും 20% ഉയർത്തണമെന്നാണ് FOSCAK കൊല്ലം ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടത്. തേവള്ളി ഓലയിൽ സീനിയർ സിറ്റിസൺ ഭവനിലാണ് വാർഷിക പൊതുയോഗം നടത്തിയത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചൊരു പരാതി ലഭിച്ചാൽ കേന്ദ്ര നിയമം പറയുന്നത് 2007 നിയമവും 2009 ചട്ടങ്ങൾ പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ ആ കേസ് വാദം കേട്ട് തീർക്കുക. കഷ്ടമെന്ന് പറയട്ടെ, ഒരൊറ്റ കേസ് പോലും ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ വാദം കേട്ട് തീർപ്പ് കൽപ്പിച്ച ചരിത്രം ഈ കേരളത്തിലില്ല. നമ്മുടെ മന്ത്രിയുടെ മുഖം വെച്ചിരുന്ന് വാങ്ങി നിരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം കോടതി വേണം. കുട്ടികളുടെ വിചാരണ ചെയ്യാനുള്ള ജില്ലയിൽ കോടതിയുണ്ടല്ലോ. ഒരു കോടതി ഒരു ജില്ലയ്ക്ക് വേണം. വേണമെങ്കിൽ റിട്ടയർഡ് ജസ്റ്റിസുമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിലൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷെ വണ്ടി ഒരു ജില്ലയിൽ വയോജനങ്ങളുടെ കേസ് കേൾക്കാനും ആ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാനും ഒരു കോടതിയില്ല. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ആ 12 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെന്നൈയിൽ വെച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ജില്ലാ പ്രസിഡന്റ് കുടവട്ടൂർ വിശ്വൻ അധ്യക്ഷത വഹിച്ചു. ലതാങ്കൻ മരുത്തടി, ഭാവിസ് വിജയൻ, ഉദയഭാനു, PK വിജയനാഥ്, CV രാജു, സുമൻ ദാസ്, നസീം ബിബി, വിജയകുമാരി, U അനിൽകുമാർ, P ബാബു എന്നിവർ പങ്കെടുത്തു. അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. അത് യൂണിറ്റിലും വേണം. യൂണിറ്റിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്, സമ്പത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടായിട്ടൊരു ഏത് രീതിയിൽ നമുക്ക് ഈ സമ്പത്ത് സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ആൾക്കാർക്ക് ഇത് എൻ്റർടൈൻമെൻറ്റ് കൂടാക്കി അവർക്ക് സഹായവും ചെയ്ത് നമുക്ക് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം. സീനിയർ സിറ്റിസൺ അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി, കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നേ ദിവസം കൊല്ലം മയത്തിലുള്ള TM മാത്യു മെമ്മോറിയൽ ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. ഏകദേശം 28 അംഗങ്ങൾ വിവിധ യൂണിറ്റുകളിൽ നിന്നും പങ്കെടുത്തു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അത് ചർച്ച ചെയ്ത് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും യൂണിറ്റിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം ഒരേപോലെ വന്നു. പിന്നെ പുതിയ സംസ്ഥാന ഭാരവാഹികൾക്ക് അനുമോദിച്ചുകൊണ്ട് എല്ലാ യൂണിറ്റുകളും അഭിനന്ദനം അറിയിക്കാറുണ്ട്. അവർ സെക്രട്ടറി പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് ഞാൻ ആ യോഗത്തിൽ എത്താറുണ്ട്. കുരിപ്പുള്ളി ആയാലും ഞാനിപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹം പോലും അടുത്ത എൻ്റെ വലതുവശത്തിൽ കൊണ്ട് സെക്രട്ടറി പരവുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുന്ന പ്രസിഡന്റിനെ വിളിക്കാത്തതിന് എനിക്ക് ഒരു പരിഭവമില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സലീംകുമാർ അനുസ്മരണം നടത്തി. കരുനാഗപ്പള്ളി TR റസാഖ് ഫൗണ്ടേഷനാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അഖില കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിനും തുടക്കമായി. കരുനാഗപ്പള്ളി TR റസാഖ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് നടൻ സലീംകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ബാഡ്മിന്റൺ താരം N അജികുമാറിന്റെ ഓർമ്മയ്ക്കായുള്ള അഖില കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിനും തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. അഭിനയത്തിൽ കീഴടക്കാവുന്ന എല്ലാ ഉന്നതികളും കീഴടക്കി ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അവാർഡിനെ നേടിയെടുത്തു. അദ്ദേഹത്തിന്റെ ധന്യസ്മരണ നിലനിർത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ രാമചന്ദ്രൻ ഈ വർഷത്തെ ബജറ്റിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കാൻ പല ആൾക്കാരും പറയുന്ന ഒരു പ്രതിമയാണ്. പ്രതിമയെന്ന് അത് കേരളത്തിന്റെ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ വരുന്ന തലമുറയ്ക്ക് ഉപയോഗയുക്തമായ തരത്തിലുള്ള സലീംകുമാർ ഉയർത്തിപ്പിടിച്ച ആശയാദർശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്മാരകമായിട്ടുള്ള പ്രതിമയെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൂടി അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. സംഘാടകരുടെ ആശംസകൾ നേരുന്നു. CR മഹേഷ് MLA മുഖ്യ അതിഥിയായിരുന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ ഹാരിസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം നജീവ് മണ്ണേൽ, NSBC ചെയർമാൻ നാസർ, സജീവ് മാമ്പറ, ലൈബ്രറിയൻ സജിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. US കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ.
തൊഴിലാളികളുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കും. ലേബർ കോഡ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. US കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ സംസ്ഥാനത്തിന് പരിചിതമല്ലാത്ത കാര്യമാണ് നടന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംഭവം അറിഞ്ഞ ഉടനെ തൃക്കാക്കര MLA ഉമാ തോമസിനെ വിളിച്ചിരുന്നു. തൊഴിലാളികളെ പിരിച്ചുവിട്ടത് ഒരു ചർച്ച പോലും നടത്താതെയാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒട്ടും ആശാസ്യകരമല്ലാത്ത ഒരു കാര്യമാണ് ഇന്നലെ നടന്നത്. പേർക്ക് ഒരു സുപ്രഭാതത്തിൽ തൊഴിലില്ല എന്ന് പറഞ്ഞ് കമ്പനി പിരിച്ചുവിടുന്നത്. ഇന്നലെ തൃക്കാക്കര MLA അടക്കം ചെന്ന് സംസാരിച്ച് ജില്ലാ ലേബർ ഓഫീസർ അവിടെ എത്തി ചർച്ച നടത്തി. താൽക്കാലികമായി അത് മരവിപ്പിച്ച് പിന്നീട് ഗവൺമെന്റ് തലത്തിൽ ചർച്ച നടത്തിയിട്ട് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ബാക്കി കൊടുക്കാനുള്ള പണം കൊടുത്ത് പിരിച്ചുവിട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് US ബേസ്ഡ് കമ്പനിയാണ്. നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കേരള സർക്കാർ ഇടപെടും. ലേബർ കോഡ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കൊണ്ടര താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പ്രതിഷേധവുമായി രംഗത്ത്. താൽക്കാലികമായി ഫീസ് പിൻവലിച്ചതായി ആശുപത്രി സൂപ്രണ്ട്. കായംകുളത്തെ ഹോട്ടലുകൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളുള്ള സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.